ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും എന്നെ കണ്ടതിൽ മനോഹരമായ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. എത്രയോ മനോഹരമായിട്ടാണ് ഈ രാജ്യത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നീഡ്സ് എന്താണ്? ഇവിടെ ഭക്ഷിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും, കിടപ്പാൻ പാർപ്പിടവും, അത് കുടിപ്പാനുള്ള വെള്ളവും എല്ലാം ദൈവം ധാരാളമായിട്ട് ഈ രാജ്യത്തെ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇവിടുത്തെ ജനങ്ങൾ വാസമായി യേശുവിനെ കണ്ടറിയുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതായ പ്രധാനപ്പെട്ട മെസ്സേജ്, ഈ ജനങ്ങൾക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവിടെയുള്ള ജനങ്ങൾ വാസമായി യേശുവിനെ കണ്ടുമുട്ടട്ടെ. മറ്റിതര കൾട്ടുകളുടേതായ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് രാജ്യത്തുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിശുദ്ധന്മാർ ഈ രാജ്യത്തുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരുത്തിൽ രക്ഷയെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശ കീഴിൽ മനുഷ്യരിൽ നിന്ന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമം ഇവിടെ ഉയർത്തപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും സ്നേഹിച്ചതിന്റെ ഫലമായിട്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയപ്പാനിടയായി തീർന്നത്. മാനവകുലത്തിലെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചൊന്നുകൊണ്ട് ക്രൂശുമേക്കേറി അവൻ്റെ അടിപ്പിടകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആയതുകൊണ്ട് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും വാസമായി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപവഴിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ആത്മീയരായി ജീവിപ്പാൻ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കർത്താവ് സംഗതിയാക്കി തീർക്കേണ്ടതിന് വേണ്ടി അത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ന്യൂസിലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കണം. ഇവിടെയുള്ള ദൈവസഭകളെ ഓർത്ത് സ്തോത്രിച്ചെന്നും ഷാരൂൺ ചർച്ചിൻ്റെ പല കൂട്ടായ്മകളെ ദൈവം തന്നിട്ടുണ്ട്. അധ്വാനം ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.